ഡോക്ടർ ആകാനോ എഞ്ചിനീയർ ആകാനോ അങ്ങനെ പല ഓപ്ഷനുകൾ നമ്മുടെ മുന്നിലുണ്ട്. പലരുടെയും നിർബന്ധത്തിന് വഴങ്ങി നമ്മൾ പലതും എടുക്കേണ്ടതായും വരുന്നുണ്ട്. പക്ഷേ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ തിരിച്ചറിയാതെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കരിയർ അത് നമുക്ക് ചിലപ്പോൾ ഉചിതമായിക്കൊള്ളണമെന്നില്ല. അതുകൂടാതെ നാം ആ കരിയർ തിരഞ്ഞെടുത്ത് അതിലേക്ക് എത്തിപ്പെടുമ്പോൾ നമ്മൾ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചല്ലാത്തത് കൊണ്ട് നമുക്കത് പെട്ടെന്ന് മടുക്കുകയും ഒരു ബേൺ ഔട്ട് സിറ്റുവേഷൻ വരികയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ ഇഷ്ടമില്ലാതെ നിങ്ങളൊരു വക്കീലോ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻറ്റോ ആയി അതിൽ ആ ജോലി നിങ്ങൾക്ക് ചെയ്തു തുടങ്ങുമ്പോൾ മനസ്സിലാകുന്നത് എൻ്റെ അഭിരുചിക്ക് അനുസരിച്ചുള്ളതല്ല. ആ നിമിഷത്തിൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് പുതിയൊരു കരിയർ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് നമ്മൾ ഒരു കരിയർ തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ ഒരു കംപ്ലീറ്റ് ക്ലാരിറ്റി ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. അതിന് ആദ്യമായി നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചറിയുക. മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്ക് വഴങ്ങുന്നതിന് മുമ്പ് സ്വന്തം താല്പര്യങ്ങൾ മനസ്സിലാക്കുക. അത് എങ്ങനെയാണെന്നല്ലേ? ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഹോബീസ് റൈറ്റ് ചെയ്യുക. എന്തൊക്കെ ഹോബീസാണ് നിങ്ങളെ വളരെ സന്തോഷവാനാക്കുന്നതും ഏതൊക്കെ ആക്ടിവിറ്റീസാണ് നിങ്ങളുടെ സന്തോഷവാന്മാരാക്കുന്നതും നിങ്ങൾക്ക് സമയം തികയാതെ വരുന്നതും. അത് നമ്മൾ ഇപ്പോൾ ഒരു 1 അവർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് 2 മണിക്കൂറും 3 മണിക്കൂറും എടുത്താലും മതിയാവാതെ വരുന്ന ആ ഒരു ആക്ടിവിറ്റീസ് ഏതാണെന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ സ്ട്രെങ്ത് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്തിലാണ് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്, ഏതിലാണ് നിങ്ങൾ വളരെ ഗുഡ് ആയിട്ടുള്ളത്, ആ രീതിയിൽ നിങ്ങൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഡാൻസിങ്ങിൽ വളരെ ഇഷ്ടമുള്ളവരായിരിക്കും. പക്ഷേ നിങ്ങളുടെ സ്ട്രെങ്ത്ത് ഓർഗനൈസിങ്ങിലായിരിക്കും അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ്ങിലായിരിക്കും. അപ്പോൾ ആ സ്ട്രെങ്ത്ത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്. അടുത്തതായിട്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഏത് തരം പേഴ്സണാലിറ്റിയാണ് നിങ്ങളുള്ളത് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു നല്ല ഒരു ടാലൻറ്റഡ് സിംഗറിന് അവർക്ക് സ്റ്റേജ് ഫിയർ ഉണ്ടെങ്കിൽ ആ കരിയറിൽ അവർ ശോഭിക്കണമെന്നില്ല. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ ഹോബീസും നിങ്ങളുടെ സ്ട്രെങ്ത്തും അതേപോലെ നിങ്ങളുടെ പേഴ്സണാലിറ്റി എഴുതിയതിന് ശേഷം നിങ്ങളത് വെച്ച് തിങ്ക് ചെയ്യുമ്പോൾ ഒരു കറക്റ്റായിട്ടുള്ള ഒരു കരിയർ ഫോം ചെയ്യുന്നത് കാണാം. വേറൊന്നെന്ന് പറഞ്ഞാൽ നിങ്ങളെ റൈറ്റ് കരിയർ ട്രയാങ്കിൾ എന്ന് പറയും. ഇപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നിങ്ങൾ ഏത് ആക്ടിവിറ്റീസിലാണ് നിങ്ങൾ എൻജോയ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതലായിട്ട് എൻജോയ് ചെയ്യുന്നത് അത് മനസ്സിലാക്കുക. ഏതാണ് നിങ്ങളുടെ അപ്റ്റിറ്റ്യൂഡ്, യുവർ നാച്ചുറൽ സ്ട്രെങ്ത് ഓഫ് തിങ്സ് യു ഇൻഹറൻ്റ്ലി ഗുഡ് അറ്റ്, ഏതിലാണ് നിങ്ങളൊരു നാച്ചുറലി സ്ട്രെങ്ത് ഉള്ളത്. രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് മാർക്കറ്റ് ഡിമാൻഡ്. ഇപ്പോൾ ഏതിലാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വളരെയധികം ഉള്ളത് എന്നും കൂടി നോക്കണം. കാരണം ചിലത് നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് വൈസും നിങ്ങളുടെ ഇൻട്രസ്റ്റ് വൈസും എല്ലാം മാച്ച് ചെയ്യും. പക്ഷേ മാർക്കറ്റിൽ ഡിമാൻഡ് ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അതുമായിട്ട് മുന്നോട്ട് പോയി ആ കരിയർ സെറ്റ് ചെയ്ത് ജീവിക്കാനെന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ തൊഴിൽ മേഖലകളെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. ഏതൊക്കെ തൊഴിൽ മേഖലകളിൽ ആൾക്കാർ എന്തൊക്കെ ജോലിയാണ് ചെയ്യുന്നത്, ഇപ്പോൾ ഏതൊക്കെ കരിയർ ഓപ്ഷനുകളുണ്ട്, അതിൽ നിന്ന് ഇപ്പോൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. ഉദാഹരണത്തിന് ചില കരിയർ ഓപ്ഷനുകളാണ് ഫുഡ് ടെക്നോളജി, മെഡിക്കൽ മൈക്രോബയോളജി. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ നിങ്ങൾ ആ കരിയറിൽ രൂപപ്പെടുത്തി കരിയർ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തുക. നിങ്ങൾക്ക് താല്പര്യമുള്ളതാണെങ്കിൽ അത് നിലനിർത്തിക്കൊണ്ട് അതിൽ കൂടുതൽ ഡ്രിൽ ഡൗൺ ചെയ്തിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ വിദഗ്ധരുമായിട്ട് സംസാരിക്കുക. അപ്പോൾ നമ്മളൊരു മേഖല തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ട് സംസാരിക്കുക. ഉദാഹരണത്തിന് നഴ്സിംഗ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, അതേപോലെ എക്സ്റേ ടെക്നീഷ്യൻ, അങ്ങനത്തെ ആ ഒരു കരിയറിലേക്കാണ് നിങ്ങൾ പ്ലാൻ ചെയ്യണമെങ്കിൽ വിദഗ്ധരുമായി സംസാരിക്കുക. അതിന് നിങ്ങളെ ലിങ്ക്ഡിൻ വളരെയധികം സഹായിക്കും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതൊരു ഐട്രേറ്റീവ് പ്രോസസ്സാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു കരിയർ ഇപ്പോൾ നമ്മൾ പണ്ടത്തെ മാതിരി ഇപ്പോൾ ഞാനൊരു ഡോക്ടർ ആകണം എന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനുള്ള പഠനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും നമ്മൾ കുറേ ഹഡിൽസ് വരിക. അപ്പോൾ നീറ്റ്, അതേപോലെ ഒരു നല്ല നല്ല എൻട്രൻസിന് ഒരു നല്ല സ്കോർ നേടണം. ഇതൊന്നും ചിലപ്പം കഴിഞ്ഞോളണമെന്നില്ല, എല്ലാവർക്കും സാധിച്ചോളണമെന്നില്ല. അങ്ങനത്തെ വരുന്ന സമയത്ത് നമ്മൾ റീതിങ്ക് ചെയ്യണം, വേറെ ഓപ്ഷന് സെലക്ട് ചെയ്യണം. ഈ കരിയർ പാത്ത് നമ്മൾ സ്റ്റഡി ചെയ്ത് കുറച്ചങ്ങ് നീങ്ങുമ്പോഴായിരിക്കും നമുക്ക് പറ്റില്ല എന്ന് തോന്നുക. ഉദാഹരണത്തിന് ഇപ്പോൾ കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിങ് ഇതെല്ലാം പഠിച്ചൊരു 2 വർഷം കഴിയുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഇതെനിക്ക് ചേരില്ല എന്ന് കാണുമ്പോൾ നിങ്ങൾ ആ ഒരു 4 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാതെ ഉടനടി അത് റീതിങ്ക് ചെയ്യുക. എന്നിട്ട് വേറൊരു ഓപ്ഷനിലേക്ക് പോകണോ, അതിന് പാരലായിട്ട് ചില സർട്ടിഫിക്കേഷൻ കോഴ്സുകളോ മറ്റു ചെയ്ത് നിങ്ങളുടെ കരിയർ മെച്ചപ്പെടുത്തണോ എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തണം. ഒരു കരിയർ ഫൈൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
എന്നിരുന്നാലും നിങ്ങളുടെ ബെസ്റ്റ് കരിയർ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ നിങ്ങൾക്ക് കഴിയും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നമ്മളുടെ ന്യൂസ് ലെറ്റർ ഉണ്ട് കരിയർ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അതിൽ ആ ന്യൂസ് ലെറ്ററിൻ്റെ ആ ലിങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പേർട്സ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. അതേപോലെ ഈ കരിയർ ഡിസ്കഷൻ്റെ ഒരുപാട് ടോപ്പിക്സുകൾ ഞാൻ ഈ ഫേസ്ബുക്കിൽ കൊടുക്കാറുണ്ട്. അത് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നമ്മുടെ വെബ്സൈറ്റാണ് smashplus.com/blogs. ഇതിൽ പോയി കഴിഞ്ഞാലും ഈ കരിയർ ബ്ലോഗുകളും കാര്യങ്ങളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. താങ്ക് യു.